എല്ലാവർക്കും കുബു സ്റ്റാറ്റ്സിലേക്ക് സ്വാഗതം. വിത്തെറിയാൻ നിലമൊരുക്കുന്നത് മുതൽ കളത്തിലിട്ട് കറ്റമെതിച്ച് വിളവെടുക്കും വരെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു വന്ന കുറേ ശീലങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം മേടമാസത്തിലെ വിഷു തന്നെയാണ്. മറ്റു ചില ആചാരങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ചങ്ങരാന്തി. ഈ വാക്കിൽ നിന്നാണ് സംക്രാന്തി എന്ന വാക്കുണ്ടായത്. ഈ ദിവസം കുട്ടികൾ വാഴത്തട കൊണ്ട് ചെറിയ കോണിയുടെ രൂപമുണ്ടാക്കും. സന്ധ്യയാകുന്നതോടെ ഫലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ് എന്നിവയുടെ ചുവട്ടിൽ ഈ കോണിയും ഉപ്പൂത്തി ഇലയിലോ അഥവാ വട്ട ഇലയിലോ വാഴയിലയിലോ ഇലയുപ്പേരിയും പുഴുക്കും കൊണ്ടുവയ്ക്കും. പിന്നീട് വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് കലിയ കലിയ കൂയ്, ചക്കയും മാങ്ങയും തരണേ കൂയ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇതാണ് ചങ്ങരാന്തി എന്ന ചടങ്ങ്. കറ്റപ്പാട്ട് കഴിക്കൽ. കൊയ്ത്ത് നടക്കാറാകുമ്പോൾ പുള്ളുവർ ഓരോ കർഷകൻ്റെയും കൃഷിസ്ഥലത്തെ വരമ്പിലിരുന്ന് വീണമീട്ടി പാടും. 101ഓളം പഴയ വിത്തുകളുടെ പേരുകളും കൃഷിയുടെ ആരംഭവുമൊക്കെ ഈ കറ്റപ്പാട്ടിലുണ്ട്. ഉച്ചാറൽ. വേനലെത്തിയാൽ കൃഷിഭൂമി വിശ്രമിക്കുന്നു എന്നാണ് വിശ്വാസം. 4 ദിവസമാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. ഉച്ചാറൽ ദിവസങ്ങളിൽ വിത്തെടുക്കാനോ കൃഷിയായുധങ്ങൾ തൊടാനോ നെല്ല് കൈമാറ്റം ചെയ്യാനോ പാടില്ല. ഒരു വർഷത്തെ പാട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും അവസാനിപ്പിക്കുന്ന ചടങ്ങെന്ന പ്രത്യേകതയും ഉച്ചാറലിനുണ്ടായിരുന്നു. പൊലി. വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പൊലി ആചരിക്കുന്നത്. നിലവിളക്ക് വരമ്പത്ത് കത്തിച്ചു വെച്ച് പൊലിയോ പൊലി എന്നാർത്ത് വിളിച്ചാണ് കർഷകർ കൊയ്ത്ത് തുടങ്ങുക. ഈ ആദ്യ കറ്റ നിലവിളക്കിന് മുന്നിൽ വെച്ച് പൊലിച്ചെടുക്കും. ഈ കറ്റ നിറ പൊലി പൊലി എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ കാഴ്ചയ്ക്കായി തൂക്കിയിടാറുണ്ട്. പൊലിക്കറ്റ കണ്ടാൽ വിളവിൻ്റെ മൊത്തം ഗുണം മനസ്സിലാക്കാൻ കർഷകർക്ക് കഴിയുമായിരുന്നു. കതിര് കയറ്റൽ. പുത്തൻ നെൽക്കതിർ വീടിനകത്ത് കയറ്റുക എന്നത് മംഗളകരമായ ഒരു കർമ്മമാണ്. ഇതിനെ കതിരു കയറ്റൽ എന്ന് വിളിക്കുന്നു. കതിര് കയറ്റൽ എന്ന ചടങ്ങ് നെല്ല് വിളഞ്ഞ് കൊയ്യുന്നതിന് ഏതാനും ദിവസം മുമ്പായിരിക്കും നടത്തുക. പാട്ടം. പണ്ടുകാലത്ത് കൃഷിക്കാർക്ക് കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ജന്മിയുടെയോ രാജാവിൻ്റെയോ അമ്പലത്തിൻ്റെയോ ആയിരുന്നു കൃഷിഭൂമി. ഈ ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പ് കൃഷിക്കാരൻ ജന്മിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് പാട്ടം. കങ്ങാണി. നെല്ല് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് കാണിക്ക വയ്ക്കുന്നതിനെയാണ് കങ്ങാണി എന്ന് പറയുന്നത്. ആദ്യം കൊയ്ത കറ്റയോ അല്ലെങ്കിൽ മെതിച്ച നെല്ലോ ആവും കാണിക്ക വയ്ക്കുന്നത്. ഇല്ലം നിറയും പുത്തരിയും. കർക്കടക മാസത്തിൽ നടത്തുന്ന ഒരു കാർഷിക ഉത്സവമാണ് നിറയും പുത്തരിയും. പുതുവർഷ ആരംഭത്തിന് ശേഷം വിതച്ച് കൊയ്തെടുത്ത വിളവ് ആചാരപൂർവ്വം ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണിത്. ഇല്ലം നിറ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നെല്ല് ശേഖരിക്കാനും മെതിക്കാനുമുള്ള സ്ഥലമാണ് കളം. കളത്തോടനുബന്ധിച്ചുള്ള പുരയാണ് കളപ്പുര. കൊയ്ത് കഴിഞ്ഞാൽ ആദ്യം നെൽക്കറ്റകൾ ഈ കളത്തിൽ പൊലിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. ഒരുപാട് ചടങ്ങുകളും ആചാരങ്ങളും പഴയ കാർഷിക സമ്പ്രദായത്തിലുണ്ട്. തുലാപ്പത്ത്, കതിരുത്സവം, ദേശവലത്ത്, കതിർമെടച്ചിൽ, അങ്ങനെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കാർഷിക ആചാരങ്ങളുടെ പട്ടിക ഇന്നൊന്നും തീരില്ല. നമ്മുടെ കർഷകർ സൂക്ഷിച്ചിരുന്ന കൂട്ടായ്മയുടെയും പ്രകൃതിബോധത്തിൻ്റെയും മായാത്ത അടയാളമാണ് ഇത്തരം ആചാരങ്ങൾ.